വൻപരാജയവും ദുരന്തവുമായി മാറിയ ഒരു നിര മന്ത്രിമാരെ ഒഴിവാക്കാൻ ആലോചനകൾ സജീവം. പിണറായി വിജയനു മാത്രമല്ല സംസ്ഥാന മന്ത്രിസഭയിലെ 7 മന്ത്രിമാര് വൻപരാജയമാണെന്ന പൊതുവിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാരെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള നീക്കം. പിണറായി മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരെല്ലാം നാടിന് ബാധ്യതയായിരിക്കുന്നുവെന്നാണ് പൊതുസംസാരം. വീണ ജോർജും ചിഞ്ചുറാണിയും വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിലെ ശരാശരി നിലവാരം പോലും പുലർന്നില്ലെന്ന വിലയിരുത്താണ് സർക്കാരിനും ഘടകകക്ഷികൾക്കുമുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവും ഭരണത്തില് നേട്ടമല്ലെങ്കിലും വിജയരാഘവന്റെ ഭാര്യയെന്ന നിലയില് പാർട്ടിക്കുള്ളിലുള്ള ബലമാണ് അവരുടെ നേട്ടം. ബിന്ദു മന്ത്രിപദവിയില് എത്തിയതും ഇത്തരത്തിലുള്ള സ്വാധീനത്തിലായിരുന്നു. അതേസമയം വീണയെ മാറ്റിയാല് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് എതിർപ്പുണ്ടാകുമെന്നും പത്തനംതിട്ട ജില്ലയില് ഭാരി തിരിച്ചടിയുണ്ടാകുമെന്നും CPM ഭയപ്പെടുന്നു. കെ കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രന്, AK അനില്, KN ബാലഗോപാല്, V ശിവൻകുട്ടി, സജി ചെറിയാന്, P പ്രസാദ് എന്നിവരുടെ പ്രവർത്തനങ്ങള് ശരാശരി നിലവാരം പോലും പുലർത്തുന്നില്ല. ഓരോ മന്ത്രിക്കും പിന്നില് ജാതിയും പാർട്ടിയുമുണ്ടെന്നതാണ് പരിമിതി. സംസ്ഥാനത്ത് ആരോഗ്യവും വിദ്യാഭ്യാസവും ഭക്ഷ്യവും കൃഷിയുമൊക്കെ തകർന്നു തരിപ്പണമാക്കിയ വകുപ്പുകളാണ്. മന്ത്രിമാരെ ഒഴിവാക്കുന്നതിൽ പിണറായിക്കും LDFിനും പരിമിതികൾ ഏറെയാണ്. മുന്നണിയിലെ ഘടകകക്ഷികളുടെ തീരുമാനത്തിലാണ് മന്ത്രിമാരെ നിശ്ചയിച്ചു നൽകിയത്. വകുപ്പുകൾ വച്ചുമാറി ഒരു പരീക്ഷണം നടത്താമെന്ന ആലോചനയും LDF വേണ്ടെന്നു വച്ചിരിക്കുന്നു. കഴിവുകെട്ടവരെയും പ്രാപ്തിയില്ലാത്തവരെയും മാത്രം മന്ത്രിസഭയിൽ തിരുകിക്കയറ്റിയെന്നതാണ് വസ്തുത. കുടുംബവാഴ്ചയെ അതിശക്തമായി എതിർക്കുന്ന CPM പാർട്ടി എല്ലാവിധ നിലപാടുകളും കാറ്റിൽ പറത്തിക്കൊണ്ട് പിണറായി വിജയന് മരുമകന് മുഹമ്മദ് റിയാസിനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. ഏതെങ്കിലും സാഹചര്യത്തിൽ പിണറായി രാജിവെക്കുകയോ പുറത്താവുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടായാല് മരുമകന് റിയാസിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന താൽപര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനമുണ്ടായത്. കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ടവരുടെയും അപ്രാപ്യരുടെയും മന്ത്രിസഭ എന്ന ഖ്യാതി രണ്ടാം പിണറായി സർക്കാരിനുള്ളതാണ്. മലയാളം കൂട്ടിവായിക്കാന് അറിവില്ലാത്തതും 4 വാക്ക് നന്നായി സംസാരിക്കാന് കഴിവില്ലാത്തതുമായ 2 മന്ത്രിമാര് സംസ്ഥാന സർക്കാരിൽ ഇടം പിടിച്ചിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻപരാജയത്തിന് കാരണമായത് പിണറായി വിജയന്റെ ധാർഷ്ട്യം മാത്രമല്ല സർക്കാരിന്റെ ഭരണപരാജയം കൂടിയാണെന്ന് പാർട്ടി വിലയിരുത്തുന്നു. ശരാശരിക്ക് താഴെയുള്ള ദുർബല സർക്കാരെന്നാണ് CPI പിണറായി സർക്കാരിനെ വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പിനുശേഷം നടന്ന LDF ചർച്ചകളിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലും CPI പിണറായി വിജയനെ തള്ളിപ്പറയുകയായിരുന്നു. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ ചർച്ചയിലും പിണറായി സർക്കാർ പരാജയമാണെന്നും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് തോൽവിയുടെ അടിസ്ഥാന കാരണമെന്നും വിലയിരുത്തപ്പെട്ടു. ഇത്തരത്തിൽ ഒരു പ്രകടനവുമായി മുന്നോട്ടുപോയാൽ അടുത്ത വർഷം നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചരിത്ര തോൽവി LDFിനുണ്ടാകുമെന്ന് വ്യക്തമാണ്.